ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 ഫിസിക്സ് പബ്ലിക് എക്സാം റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ ചാപ്റ്ററിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതൊരു ക്വസ്റ്റ്യൻസ് അറൗണ്ട് ഒരു 8 to 10 ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ആ ചാപ്റ്റർ ഫുള്ള് പഠിക്കുന്ന രീതിയിലാണ് വീഡിയോസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിലൂടെ പഠിക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് അഡ്വാൻറ്റേജ് ഉണ്ടാവുക. നമുക്ക് എല്ലാ ഭാഗവും കവർ ചെയ്യാമെന്ന് മാത്രം, ചെറിയ സമയം കൊണ്ട് കവർ ചെയ്യാമെന്ന് മാത്രമല്ല, നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഫോർമാറ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണോ? അപ്പോൾ ഞാൻ ഒരു 10 ക്വസ്റ്റ്യൻസ് അറൗണ്ട് ഒരു 8 to 10 ക്വസ്റ്റ്യൻസിലൂടെ ഈച്ച് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ ക്വസ്റ്റ്യൻസ് മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെയാണോ മക്കളെ? അപ്പം വേൾഡ്ലി എന്ത് ചെയ്യുക, അത് നല്ലോണം പഠിച്ച ഒരാളാണെങ്കിൽ സംബന്ധിച്ചിടത്തോളം ഒന്നും പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചിട്ട് ഈക്വലി ഈ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ച ഒരാളാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇൻക്ലൂഡിങ് പ്രോബ്ലംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഷുവർലി ഫുൾ മാർക്ക് നൈസായിട്ട് ചെറിയ സമയം കൊണ്ട് കൂളായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും മക്കളെ. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് സപ്പോർട്ട് തരിക. കമൻറ്റ് ബോക്സും കാര്യങ്ങളൊക്കെ എന്താണ് ഹെൽപ്ഫുള്ളാണ് കാര്യങ്ങൾ അറിയിക്കുക. എന്നാലും വീഡിയോ ചെയ്യാൻ എനിക്കൊരു മോട്ടീവ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാം എത്തിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ കുറേ സമയം നമ്മൾ എടുക്കുന്നില്ല, നൈസായിട്ട് നമുക്ക് തീർക്കാം. ഫസ്റ്റ് സെഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനൊരു ജസ്റ്റ് ഇൻട്രോ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് റാൻഡമായിട്ടാണ് ഞാൻ ചാപ്റ്റേഴ്സ് ചൂസ് ചെയ്യുന്നത്. ഫ്രീ അനുസരിച്ച് റാൻഡമായിട്ടാണ് ചാപ്റ്റേഴ്സ് ചൂസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്ന് പറയുന്ന +2 ഫിസിക്സിൻ്റെ 11ാമത്തെ ചാപ്റ്റർ നമുക്ക് ഈ ഒരു 8 അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഷുവർലി ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇത് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഒന്ന് ഫുൾ അടിക്കാം. ഇങ്ങനെ ഓരോ ചാപ്റ്റർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മക്കളെ ഫുൾ നൈസായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? എന്നാൽ തുടങ്ങിയാലോ? വാട്ട് ഈസ് മെൻ ബൈ ദ ത്രഷോൾഡ് ഫ്രീക്വൻസി ഓഫ് എ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റൽ? അപ്പോൾ ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. അതിൽ നിന്ന് നമ്മൾ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എല്ലാ ടോപ്പിക്സിലും കവർ ചെയ്യും മക്കളെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണം വളരെ സിമ്പിളായിട്ട് ഒരു നോട്ട് ഫുൾ മാർക്കിന് വേണ്ടിയിട്ടുള്ളൊരു നോട്ട് തന്നെ സെറ്റ് ആക്കാം കേട്ടോ. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞു പോകാം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. എന്താണ് ത്രഷോൾഡ് ഫ്രീക്വൻസി ഓഫ് എ ഫോട്ടോ സെൻസിറ്റീവ്? അപ്പോൾ നിങ്ങൾക്ക് വേണം പഠിച്ച ഒരാളാണെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് ആൻസർ പറയാൻ പറ്റുന്നതാണ് നോക്ക്. ഓക്കെ, ഞാൻ എൻ്റെ നെക്സ്റ്റ് ആൻസർ അങ്ങനെ മെല്ലെ പോവാട്ടോ. ദ മിനിമം ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡൻറ്റ് റേഡിയേഷൻ ബിലോ വിച്ച് ദ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഡസൻറ്റ് ഒക്കർ. അതായത് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കണമെങ്കിൽ ആ വരുന്ന ഇൻസിഡൻറ്റ് റേഡിയേഷന് ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ടാവണം. ആ ഫ്രീക്വൻസിനേക്കാൾ കുറവാണെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല. അപ്പോൾ ആ മിനിമം ഫ്രീക്വൻസി അറിയപ്പെടുന്ന പേര് നമുക്കുള്ള ത്രഷോൾഡ് ഫ്രീക്വൻസി μ0 കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാം കേട്ടോ. മതി. അങ്ങനെ മെല്ലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. A minimum amount of energy is required to remove an electron from a metal surface. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ മിനിമം എനർജി റിക്വയർഡ്. അതൊരു വേണ്ട ആ മിനിമം എനർജി എന്തായിരിക്കും? നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ മിനിമം ഫ്രീക്വൻസിയാണ്. ആ ഇൻസിഡൻറ്റ് റേഡിയേഷന് വേണ്ട മിനിമം എനർജി വിളിക്കുന്ന പേരെന്താ? ആ മിനിമം എനർജി എന്താ മക്കളെ? വർക്ക് ഫംഗ്ഷൻ ആണല്ലേ. അപ്പോൾ ആ മെറ്റലിൻ്റെ മിനിമം എനർജിയാണ് പ്രോസസ്സ് നടക്കാൻ ആവശ്യമുള്ള മിനിമം എനർജി അറിയപ്പെടുന്ന പേരെന്താ? വർക്ക് ഫംഗ്ഷൻ. നമ്മൾ ഫൈ കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഫൈൻഡ് ഇക്വേഷൻ, വർക്ക് ഫംഗ്ഷൻ ഇക്വേഷൻ കൂടി പഠിച്ച് നോക്കാം കേട്ടോ. ഫൈ = ആരാണ്? hν0 നോട്ട് ചെയ്ത് നോക്കണം മക്കളെ. ഓക്കെ, അതിൽ ബി പാർട്ട് ഉണ്ട്. ഡിറൈവ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. പറഞ്ഞു വരുന്നത് നമ്മൾ എല്ലാ ടോപ്പിക്സും കൂടി പഠിക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ക്വസ്റ്റ്യൻ രൂപത്തിൽ പഠിക്കുക. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കും ഇമ്പോർട്ടൻറ്റ് റെയർ ടോപ്പിക്സും അതായത് ഫുൾ മാർക്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്സ് ആക്കി കോൺസെപ്ച്വൽ ഷോർട്ട് ആൻസർ പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ ഷുവർലി മക്കളെ നിങ്ങൾ ഇത് പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ നമുക്കറിയാം Emax = hν-5 ആണ്. അത് സിമ്പിൾ ഡെറിവേഷൻ ആണ്. ഒന്നുമില്ല, നമുക്ക് വരുന്ന ലൈറ്റ് അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ എനർജി hν ആണ്. അതിൽ ഒരു പാർട്ട് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യും? വർക്ക് ഫംഗ്ഷനായിട്ട് യൂസ് ചെയ്യും. ബാക്കിയുള്ള ഇത് അനദർ പാർട്ട് റിമൈനിങ് പാർട്ടാണ് കൈനറ്റിക് എനർജി ആയിട്ട് മാറുക. അതാണ് കൊടുത്തിരിക്കുന്നത്. hν = ½ mv² + 50. ഈ 50 ആരാണ്? hν0 ആണ്. അങ്ങനെയാണെങ്കിൽ Emax = ആരാണ്? hν - 50. അപ്പോൾ 50ൻ്റെ ഇക്വേഷൻ എന്താണ്? അല്ലെങ്കിൽ ഫൈൻ്റെ ഇക്വേഷൻ എന്താണ്? hν0 ആണല്ലേ. അപ്പോൾ വേണമെങ്കിൽ Emax = h ν - ν0 എന്ന് എഴുതാം ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി. അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് വേവ് ലെങ്ത് എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? Emax = hc
ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 1/λ മൈനസ് 1/λ0 വേറെ λ0 ത്രെഷോൾഡ് വേവ് ലെങ്ത് ആയിരിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഒരു എക്സ്ട്രാ ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക, കാരണം പ്രോബ്ലംസ് നമുക്ക് വരാം. അപ്പോൾ ഇത്രയും ഒരു കാര്യം ഈ ടോപ്പിക് നിർബന്ധമാണ് പഠിക്കുക. ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ലൈറ്റ് പാർട്ടിക്കിൾസിന് ഫോട്ടോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ക്വാണ്ടം മെക്കാനിക്സ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ കൂടുതൽ സ്റ്റഡീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഇത് ഡിസ്കവർ ചെയ്ത് ഹെൻറിച്ച് ഹെർട്സ് ആണ്. അപ്പോൾ ഇത് കൂടുതൽ സ്റ്റഡീസ് ചെയ്തത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. നിർത്തി പഠിക്കട്ടോ. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്, സ്റ്റേറ്റ് ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷനിൽ വരുന്ന ലോസ്, നിയമങ്ങൾ, തിയറി ടോപ്പിക് ഇല്ലേ, അത് നിർബന്ധമായിട്ട് പഠിക്കണം. എന്താണ് ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ? പഠിച്ച ഒരാൾക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് പോസ് ചെയ്ത് ഓർമ്മിച്ച് നോക്കട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ? 4 പോയിന്റ്സ് ഉണ്ട്. ആ 4 പോയിന്റ്സ് ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ കാണിക്കാം, അതങ്ങനെ പഠിച്ചു കേട്ടോ. ഓക്കെ അല്ല മക്കളെ, അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് 4 പോയിന്റ്സ് പഠിച്ചോളൂ, മസ്റ്റായിട്ട് പഠിക്കണേ. അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. പിക്ക് ദ കറക്റ്റ് മെറ്റീരിയൽ സ്യൂട്ടഡ് ഫോർ എക്സിബിറ്റിംഗ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഫ്രം ദ ഫോളോയിങ്. താഴെ 4 മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. ഇതിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഏതാണ്? കോപ്പർ ആണോ, സിങ്ക് ആണോ, ഗോൾഡ് ആണോ, ആർഗൺ ആണോ? ഇത് നോർമലി പ്രീവിയസ് ഒരു 1 വേർഡ് സെഷനിൽ കാണപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏതാണ് മക്കളെ ആൻസർ കിട്ടിയോ? ഏതാണ്? ഗോൾഡാണോ, സിങ്ക് ആണോ? ഏതാണ് ആൻസർ വരിക? ആൻസർ സിങ്ക് ആണല്ലേ, കാരണം കൂടുതലായിട്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന മെറ്റീരിയൽ സിങ്ക് ആണ് കേട്ടോ. നോട്ട് ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. എ പ്രോട്ടോൺ ആൻഡ് ആൻ ഇലക്ട്രോൺ ഹാവ് സെയിം കൈനറ്റിക് എനർജി, വിച്ച് വൺ ഹാസ് ഗ്രേറ്റർ വാല്യൂ ഓഫ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആൻഡ് വൈ? ഒരു കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. പ്രോട്ടോൺ ഇലക്ട്രോണും കൈനറ്റിക് എനർജി സെയിം ആണെങ്കിൽ ആർക്കാണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കൂടുതലുണ്ടാവുക? അത് ആരാണെന്ന് ഇപ്പോൾ ഇലക്ട്രോൺ ആണ് പറയാൻ കാരണം എന്താണ്? പ്രോട്ടോൺ ആണെങ്കിൽ അതിൻ്റെ റീസണും കൂടി പറയണം. എന്താണ് ഒന്ന് ചിന്തിച്ച് നോക്ക്. ആൻസർ കിട്ടിയിട്ടുണ്ടാവില്ലേ? ഇലക്ട്രോൺ ആണല്ലേ. ബിക്കോസ് ലാംഡ ഈസ് ഈക്വൽ, നോട്ട് ചെയ്ത് നോക്കണം മക്കളെ, ഫുൾ ടൈപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? h/p ആണ്. അല്ലെങ്കിൽ ഇൻ ടൈംസ് ഓഫ് കൈനറ്റിക് എനർജി പറയും h/√2m ഇൻറ്റു കൈനറ്റിക് എനർജിയാണ്. ഇപ്പോൾ രണ്ടാൾക്ക് കൈനറ്റിക് എനർജി സെയിം ആയതുകൊണ്ട് ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് മാസ് ആയിരിക്കും. അപ്പോൾ മാസും വേവ് ലെങ്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രോബ്ലം ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഇൻവേഴ്സ്ലി എന്ന് മാത്രം അറിഞ്ഞാൽ മതി. പക്ഷേ ഡിനോമിനേറ്ററിൽ √m ആണെന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണേ. അപ്പോൾ മാസും വേവ് ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ വേവ് ലെങ്ത് കൂടണമെങ്കിൽ എന്ത് കുറയണം? മാസ് കുറയണം. ഇലക്ട്രോണാണ് പ്രോട്ടോണേക്കാളും എന്ത് കുറവ്? മാസ് കുറവ്. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു രീതിയിലെല്ലാം പഠിച്ചു തീർക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ഫ്രം ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷനെ ഡിസ്കസ് ചെയ്യാൻ മക്കളെ. എല്ലാ ഭാഗത്തും കവർ ചെയ്തിട്ടുണ്ട്. നമുക്കിൻ്റെ കുറച്ച് ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസ് ഇല്ലേ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേഴ്സസ് ഫ്രീക്വൻസി, അപ്പോൾ ഇൻറ്റൻസിറ്റിയും അതൊക്കെ വരുന്ന ആ ഒരു ഫ്രീക്വൻസിയുടെ ഡിപ്പെൻഡൻസിയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്, അപ്പോൾ ആ ഗ്രാഫിൻ്റെ ആ ഒരു ഭാഗം കൂടി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നോർമലി അത്ര സ്കൂളായിട്ട് നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് കണ്ടുപോകാം എന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നല്ല ലെങ്തി ആക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഷുവർ കമൻറ്റ് ബോക്സിൽ അറിയുക. നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് കൂടുതൽ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുകയാണ്. അപ്പോൾ അത് സജഷൻ ഒന്ന് അറിയിക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ എല്ലാ ഭാഗം കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അടുത്ത സെഷനിൽ വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും കമൻറ്റായിട്ട് സജഷൻസ് അറിയിക്കുക കേട്ടോ. സോ നെക്സ്റ്റ് സെഷനിൽ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.